പിന്നെ ജീവനോടിരിക്കുമ്പം വേണ്ടാത്തവൻ ഈ ബോഡി എന്തിനാ? അവന് മരുഭൂമിയിൽ അടക്കണമെന്ന്. ഞങ്ങൾക്ക് തലയ്ക്ക് മീതെ കട ഒപ്പിച്ചു വെച്ചിട്ടാണ് പോയത്. ചേട്ടാ, ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാൻ ആ സ്ത്രീയോട് പറ. നിനക്ക് എന്ത് അഫയർ ഉണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഈ 2 കാര്യം പോരെയോ ആത്മാർത്ഥതയുടെ വലിപ്പം അറിയാന്? അവള് ജീവിച്ചിരുമ്പോ ഈ കൊച്ചിത്ര അനുഭവിച്ചെങ്കിൽ അവളെ ആ കൊച്ചിന്റെ അച്ഛനെ തന്നെ അച്ഛന്ന് വിളിച്ചാൽ മതി. കൊച്ചുകാറില്ല, വലിയ കാറ് വേണം. എന്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ട് കിട്ടണം. ഓമനിച്ചു വളർത്തിയ മകളും മകളുടെ കുഞ്ഞും നഷ്ടമായി. അവരുടെ ഭൗതിക ശരീരമെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. എന്നാൽ ചില നിയമ തടസ്സങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്ത് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അവിടെ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല അവന്. പക്ഷെ എനിക്ക് അത് 2 എനിക്ക് തന്നെ തിരിച്ച് കിട്ടണമെന്ന് പറയുന്നത്, അത്ര ആത്മാർത്ഥതയുള്ള ഭർത്താവാണെങ്കിൽ ഈ മക്കൾ മരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ജീവനോടിരിക്കുമ്പം വേണ്ടാത്തവൻ ഈ ബോഡി എന്തിനാ? അതൊന്ന് ആലോചിച്ചു. ഈ ബോഡി എന്തിനാ? എന്നിട്ട് കുഞ്ഞിൻ്റെ ബോഡി കിട്ടിയും വേണം അവന് മരുഭൂമിയിൽ അടക്കണമെന്ന്. അവൻ്റെ സ്വന്തമായിട്ട് വീടുണ്ട് കോട്ടയത്ത്, അവിടെ അടക്കണ്ട, അവന് മരുഭൂമിയിൽ തന്നെ അടക്കണം. ഈ ഫേസ്ബുക്കിൽ ഈ നോട്ട് തന്നെ ഞാനും കണ്ടത്. പിന്നെ അവൾ എന്തനുഭവിച്ചാലും അമേരിക്ക പറയണ്ട, നാളെ എൻ്റെ ഭർത്താവ് എനിക്ക് നിൽക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. വിവാഹം പോലും അവനെ കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി നിറം കുറഞ്ഞാലും എന്നെ സ്നേഹിക്കും എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെ എൻ്റെ മോൾ കല്യാണം കഴിച്ചത്, അല്ല വേറെ ഒന്നുമല്ല. ആദ്യം മുതലേ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം പിന്നെ അതൊരു തമാശ രീതിയിൽ കൂടെ എല്ലാം അവതരിപ്പിച്ചു എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ അത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ, കുഞ്ഞിനല്ലേ അറിയാവൂ. അവളത് രൂപീകരിച്ച് നമ്മളിലേക്ക് ചെറുതായിട്ടല്ലേ പറയും. നമ്മൾ വേദനിക്കരുത്. കാര്യം വളർത്തി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ കൊടുത്ത് വിട്ടു. അപ്പം ഇനിയും ആ അമ്മയെ സഹോദരനെയും വേദനിപ്പിക്കരുത് എന്ന് നോക്കിയല്ലേ അവൾ പറയൂ. അതാണ് അവിടെ സംഭവിച്ചത്. ഈ കൊടിയ പീഡനം വരെയും അവൾ അനുഭവിച്ച കാര്യം അതാ. അറിയാൻ വയ്യ. അവളങ്ങനൊരു തുറന്നു പറച്ചിലുകാരിയല്ല. അവളാള് പൊതുവെ സൈലന്റ്. ഇവർക്കൊക്കെ അറിയാം. ഉള്ളിലൊതുക്കും, പലതും ഉള്ളിലൊതുക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ പേരൻ്റായിട്ട് ആ കൊച്ചുങ്ങളെ വളർത്തി. സിംഗിൾ പേരൻ്റായിട്ട് വളർത്തിയതിനുപരി ഞങ്ങൾക്ക് തലയ്ക്ക് മീതെ കട ഒപ്പിച്ചു വെച്ചിട്ടാണ് പോയത്. എൻ്റെ മോൻ പഠിച്ചിറങ്ങി പല പണികളും ചെയ്ത് എന്നെ എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച് അതിനെ മാന്യമായ രീതിയിൽ വിവാഹം കഴിച്ചു വിട്ട എൻ്റെ മോൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇനിയും ആ ചേട്ടനും അമ്മയും ഇനിയും എൻ്റെ ജീവിതം അവർ ഇത്രയും കഷ്ടപ്പെട്ട് കടവും മേടിച്ച് അയച്ചിട്ടു ഇനിയും എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനും അമ്മയ്ക്കും സ്വസ്ഥത കൊടുക്കാതിരുന്ന അതൊരു ശരിയാത്തില്ല. അപ്പോൾ എല്ലാം ഞാൻ സഹിക്കാം എന്ന് കരുതി. സഹോദരിയാണല്ലോ തുടക്കം മുതലേ കല്ല് കടിപ്പിക്കുന്നത്. അതവരുടെ ജീവിതം വേറൊരു ലെവലായി ഇവർക്കുള്ള, നമുക്ക് പറ്റിയതല്ല. അത് മനസ്സിലാക്കാൻ താമസിച്ചു പോയി. അതുപോലെയും അവള് പറഞ്ഞെന്ന് പറയുന്നത്, അവളെ സഹോദരി ഭർത്താവിന് മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്, ചേട്ടാ ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാൻ ആ സ്ത്രീയോട് പറ. നിങ്ങളുടെ ജീവിതത്തിലൊന്നും ഞാൻ കൈയടത്താൻ പറ്റുന്നില്ല. പിന്നെ എനിക്കെൻ്റെ ഭർത്താവും കുഞ്ഞുമല്ലേ, ഞങ്ങളൊന്ന് താമസിക്കാൻ ജീവിക്കാൻ അനുമതിയില്ലേ. ഏത് സമയം ചേച്ചിയുടെ എല്ലാ കാര്യത്തിനും ഇയാളെ വിളിച്ചോണ്ടിരിക്കുന്നത്, ചേട്ടൻ എന്താ പണി, ചേട്ടൻ എൻ്റെ കാര്യം വന്ന് നോക്കൂ നമ്മൾ മെസ്സേജ് അയച്ചു തന്നത്. 2ാമത്തെ കാര്യം അവനോട് പറഞ്ഞെന്ന്, നിനക്ക് എന്ത് അഫയർ ഉണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ നീയും കൊച്ചുവാ എൻ്റെ ജീവിതവും. ഇനി അതിന് അപ്പം ഇവക്ക് ഡൈവോഴ്സ് നോട്ടീസ് വന്നപ്പോൾ അവൾ പതറിപ്പോയി. ഇനി എൻ്റെ ജീവിതത്തിൽ ഇവനില്ലല്ലോ എന്നുള്ളത്. അതാണ് അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ എനിക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഏത് നിയമ പോരാട്ടത്തിനും ഞാൻ നിൽക്കും, എവിടം വരെ പോകണമെങ്കിലും പോകും. പക്ഷേ എനിക്ക് കൊച്ചിനും എനിക്ക് നീതി കിട്ടണം. കുഞ്ഞൻ 2 ദിവസം ഛർദ്ദിച്ച് കിടന്നത്. എന്നിട്ട് അവൻ്റെ പറഞ്ഞൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പം പറഞ്ഞ് എനിക്ക് ഉറങ്ങണം. പിന്നെ മോള് മേഡിനെ വിളിച്ചെന്ന് പറയുന്നതായിട്ട്.
അന്നേരം അവൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം, ചേച്ചി വരണ്ടെന്ന്. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് ആശുപത്രി കൊണ്ടുവന്ന് ഇറങ്ങി പോയി കളഞ്ഞു. പിന്നെ ഒരു ജോലിയും കഴിഞ്ഞ് വരുന്ന കുട്ടിയല്ലേ, അവൾക്കും ഇല്ലേ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം. വാഷ്റൂമിൽ പോകാൻ നേരത്ത് കൊച്ചിനെ ഒന്ന് നോക്കാൻ പറഞ്ഞു ഇവിടെ കൊണ്ടിട്. ഈ 2 കാര്യം പോരെയോ ആത്മാർത്ഥതയുടെ വലിപ്പം അറിയാന് അച്ഛൻ്റെ? അവന് പിന്നെ ഏത് അവകാശത്തിലോ ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാതെ ഈ മരിക്കുമ്പം ആ ബോഡി ഇഞ്ഞ് താന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവൻ്റെ അവൻ്റെ ഈ രീതികൾ പല ഫോട്ടോയിലും എനിക്ക് നോക്കിയപ്പോഴേ ഈ കൊച്ചിനെ തന്നെ സ്നേഹിക്കുന്നത് ആരോ പേടിച്ചാന്നുള്ള രീതിയിലാണ്. അവനത് ഒരു ചോറൂണിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അത് വാങ്ങി വെച്ച് കൊടുക്കുമ്പോൾ എനിക്കിഷ്ടമല്ല, ഞാൻ പിന്നെ കൊടുക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്കത് വായിച്ചെടുക്കാം. കാര്യം അത് അവനാരെയോ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. സഹോദരിയുടെ അവരൊക്കെ ഗാർഹിക പീഡനമാണല്ലോ. അയാൾ എൻ്റെ ഒരിക്കൽ ശ്രീധരൻ ചോദിക്കാതെ ചോദിച്ചില്ലേ, എൻ്റെ മോക്ക് 115 പവനും 35 ലക്ഷം രൂപയുടെ കാറും അതിനുപരി സാമ്പത്തികം കൊടുത്താ വിട്ടേന്ന്. എൻ്റെ വീട്ടിൽ വന്ന് ആദ്യം പറഞ്ഞ കാര്യം അതാ. അപ്പം അവർക്ക് കൊടുത്ത കൊച്ച് അവരെ മോളക്ക് കൊടുത്തത്, പിന്നെ 2 വലിയ ഹോട്ടൽ ബുക്ക് ചെയ്താ കല്യാണം നടത്തിയെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പൊ ശ്രീധരനെ എനിക്ക് ഇത്രത്തോളമെങ്കിലും എനിക്ക് കിട്ടണം. അല്ല എൻ്റെ വീട്ടിൽ വന്ന് അയാളെ മോക്ക് കൊടുത്ത കഥ പറയേണ്ട കാര്യമില്ല. തുടക്കം ഉണ്ടായിരുന്നു. അത് അവൾ എപ്പോഴും പറയും, എപ്പോഴും ഓരോരോ കുത്തുവാക്കുകൾ ഉണ്ടമ്മ എന്നത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവള് അത് നമ്മളിൽ അവള് ചിരിച്ചു കാണിച്ചു, അവനിൽ നിന്ന് ശരിക്കും അനുഭവിച്ചു. ആണല്ലോ അവരെല്ലാം പണ്ട് പറഞ്ഞ അതല്ലേ, അവനെ നമ്മൾ പുച്ഛിക്കരുത്. കാര്യം നാളെ അവൻ എൻ്റെ ഭർത്താവായിട്ട് വന്നാൽ നമ്മൾ അവനെ അങ്ങനൊരു മാനസികാവസ്ഥ അവക്കുണ്ട്. ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ അതാണ് അതെനിക്കറിയാം നല്ലോലെ. എനിക്ക് 2 പേരെ എനിക്ക് വിട്ട് കെട്ടണം. എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന അതേ ഉള്ളൂ. എനിക്കിനി അതേ പറ്റൂ. ആഗ്രഹിച്ചതല്ലേ, അതല്ലെങ്കിൽ പിന്നെ അതിനെ ജീവിച്ചിരുന്നാൽ അച്ഛനല്ലേ കൊച്ചു പോകുന്നത് അല്ലേ? അപ്പൊ ഈ കൊച്ച് അവള് ജീവിച്ചിരുമ്പോ ഈ കൊച്ചു ഇത്ര അനുഭവിച്ചെങ്കിൽ അവളെ മരണം ഇന്ന് സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാലമായപ്പോൾ എങ്ങനെ എൻ്റെ കുഞ്ഞ് അതിനെ ഇട്ടിട്ട് പോകും? ആര് നോക്കും? സ്വന്തം ജന്മം കൊടുത്ത മക്കളെ നോക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ കൊച്ചിനെ ആര് നോക്കുമെന്ന് ഉദ്ദേശിച്ച് എൻ്റെ മോളെ വിട്ടിട്ട് പോകും. ലോകം പറയുക അവൾ ആ കുഞ്ഞിനെ കൊല്ലണ്ടായിരുന്നത്. ആ ലോകം തന്നെ ഇത് വായിക്കുന്നുണ്ട്, സ്വന്തം അച്ഛൻ കുഞ്ഞിനെ പിടിക്കുന്നത്. അവര് പറയുന്നവർക്ക് പറയാം, പെറ്റവർക്ക് എൻ്റെ കുഞ്ഞ് വേണ്ടല്ല. അവൻ അങ്ങനെയാണെങ്കിൽ ഇവനെ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ ജീവിച്ചാൽ പോരായിരുന്നോ? ഇല്ലേ, ചെയ്തുകൂടായിരുന്നോ? അപ്പൊ ആ കൊച്ചിൻ്റെ അച്ഛനെ തന്നെ അച്ഛന്ന് വിളിച്ചാൽ മതി. അതേ ഉള്ളു അവള് തീരുമാനിച്ചത്. അവള് പറയുന്നല്ലേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ നിന്റെ കൂടെയും നിന്റെ കൂടെയും കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കത്തുള്ളു. അപ്പൊ ആ പറഞ്ഞതിൻ്റെ പുറലെന്താ? എനിക്ക് മറ്റൊരു കല്യാണം കഴിച്ച് എൻ്റെ മോളെ കൊണ്ട് അച്ഛന്ന് വിളിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ആദ്യമൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, കാണും. പിന്നെ കുറച്ചു നാളത്തേക്കുണ്ടാവും. ഇപ്പൊ അമ്മയ്ക്കുണ്ടാവുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ളതാണ്. അതായത് ഒരു മകളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ തീരുന്ന പോലെ എളുപ്പമല്ല. അപ്പൊ അങ്ങനെ അനേകായിരം പേർക്ക് ഇതേ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവള് പൂർവ്വ പറയത്തില്ലല്ലോ. ഇവരെതിർപ്പാണ്. ഇവനല്ലല്ലോ പണം. അവന്റെ പെങ്ങളും അച്ഛനും ആണല്ലോ ഇതിന്റെ. ഇല്ലെങ്കിൽ അവൻ അച്ഛൻ പറയുമോ എൻ്റെ മോക്ക് 115 പവന്റെ സ്വർണവും ഇത്രയൊക്കെ കൊടുത്തു. അപ്പൊ ഇവർക്ക് വലിയ കാറ് കൊച്ചു കാറില്ല, വലിയ കാറ് വേണം. അവർക്ക് 2 ഹോട്ടൽ അവർ വെച്ച് നടത്തിയപ്പോൾ അത്രയും സൗകര്യത്തിൽ നമ്മൾ നടത്തണം. ഇതൊക്കെയായിരുന്നു അവരുടെ ഡിമാൻഡ്. പിന്നെ കല്യാണത്തിൻ്റെ ആർഭാടം കുറഞ്ഞു പോയി. കൊറോണ സമയത്ത് 30 പേരെന്ന് പറയുമ്പോൾ 60 പേരെ നമ്മൾ വിളിച്ച് കല്യാണം നടത്തി. പിന്നെ അവർക്ക് സെപ്പറേറ്റ് ഒരുങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് കൊടുത്ത്. എന്നിട്ടൊന്നും കല്യാണത്തിൻ്റെ ആർഭാടം കുറഞ്ഞു പോയി. അതിനെപ്പറ്റിയും എനിക്കറിയത്തില്ല.
എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എൻ്റെ ഒരിക്കൽ ഇങ്ങനെ വന്നിരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാലും അത്രയും തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഈ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാൻ ഇവിടെ തന്നെ കൊണ്ടുവരണമെന്നുള്ളത് തന്നെ മനസ്സുകൊണ്ടുള്ളത് മാത്രം ഞാൻ ശക്തമായിട്ട് പറയാൻ മതി. എൻ്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ട് കിട്ടണം. അതിന് എൻ്റെ മോക്ക് നീതി കിട്ടണം. അതിന് ഏത് നീതിപീഠം വരെയും ഞാൻ പോകും. അതെൻ്റെ ജീവൻ പോയാലും. ഇത്രയും എവിഡൻസ് അവള് ഫേസ്ബുക്കിൽ വിട്ടിട്ട് പോലും പിന്നെ എൻ്റെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ആർക്കും, ഇല്ലേ? എന്തായാലും ഇന്നലെ എഴുതി പിടിപ്പിച്ചതോ ഇന്ന് എഴുതി പിടിപ്പിച്ചതോ അല്ല. അവളെ പീഡനങ്ങൾ അന്നോട്ടേ എഴുതി വെക്കുന്നതായിരിക്കുമല്ലോ. എല്ലാവരും, എല്ലാ മന്ത്രിമാരും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഈ പോകുന്ന കാര്യം തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതെന്തുവാന്ന് വ്യക്തമാകത്തില്ല. അത് വ്യക്തമാവണമെങ്കിൽ സമയമെടുക്കും. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടു ഞാൻ അറിഞ്ഞു. ഉണ്ട്, ആത്മാർത്ഥമായിട്ടും. സുരേഷ് ഗോപിയാണ് സാറ്